സർവീസിൽ നിന്ന് വിരമിച്ച ജീവനക്കാർക്ക് വലിയ ആശ്വാസമായി മാറുന്ന സുപ്രധാന തീരുമാനവുമായി കേന്ദ്ര സർക്കാർ രംഗത്തെത്തിയിരിക്കുകയാണ്. നാഷണൽ പെൻഷൻ സ്കീമിന്റെ ഭാഗമായി നൽകുന്ന ഫിക്സഡ് മെഡിക്കൽ അലവൻസ് സംബന്ധിച്ച സംവിധാനത്തിലാണ് സർക്കാർ വലിയ മാറ്റം കൊണ്ടുവന്നിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ സേവനം പൂർത്തിയാക്കി വിരമിച്ചവർക്ക് അവരുടെ ദൈനംദിന ആരോഗ്യ ചെലവുകൾക്ക് സഹായകരമാകുന്ന ഒരു സാമ്പത്തിക പിന്തുണയാണ് ഈ അലവൻസ്. ഇതുവരെ പ്രതിമാസം 1000 രൂപയായിരുന്ന ഈ മെഡിക്കൽ അലവൻസ് ലഭിക്കാൻ പെൻഷൻകാർ വിവിധ രേഖകളും മെഡിക്കൽ ബില്ലുകളും സമർപ്പിക്കേണ്ടതായിരുന്നു. പ്രത്യേകിച്ച് ചെറിയ രോഗങ്ങൾ, മരുന്നുവാങ്ങൽ, സാധാരണ ചികിത്സാ ആവശ്യങ്ങൾ എന്നിവയ്ക്കായി ചിലവഴിക്കുന്ന തുക തിരിച്ചുപിടിക്കാൻ ഈ പ്രക്രിയ ചിലപ്പോൾ ബുദ്ധിമുട്ടേറിയതായിരുന്നു. വയോധികർക്ക് ഈ പേപ്പർ വർക്ക് പൂർത്തിയാക്കുന്നതും ഓഫീസുകളിലേക്ക് പോകുന്നതും ഏറെ പ്രയാസകരമായിരുന്നു. ഇപ്പോൾ കേന്ദ്ര സർക്കാർ നടപ്പാക്കിയിരിക്കുന്ന പുതിയ സംവിധാനം പ്രകാരം പെൻഷൻകാർ ഇനി മെഡിക്കൽ ബില്ലുകൾ സമർപ്പിക്കേണ്ട ആവശ്യമില്ല. സെൻട്രൽ പെൻഷൻ പ്രോസസിംഗ് സെന്റർ വഴി ഈ അലവൻസ് നേരിട്ട് പെൻഷൻകാരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഓട്ടോമാറ്റിക്കായി ക്രെഡിറ്റ് ചെയ്യുന്നതാണ്. 3 മാസത്തിലൊരിക്കൽ ഈ തുക സ്വയമേവ അക്കൗണ്ടിൽ എത്തുന്നതിലൂടെ പെൻഷൻകാർക്ക് സ്ഥിരമായ സാമ്പത്തിക പിന്തുണ ഉറപ്പാക്കപ്പെടുന്നു. കേന്ദ്ര സർക്കാർ ആരോഗ്യ പദ്ധതി സൗകര്യം ലഭ്യമല്ലാത്ത പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്കാണ് പ്രധാനമായും ഈ അലവൻസ് നൽകുന്നത്. കേരളത്തിലെ നിരവധി ഗ്രാമപ്രദേശങ്ങളും ചെറുപട്ടണങ്ങളിലുമുള്ള പെൻഷൻകാർക്ക് CGHS വെൽനസ് സെന്ററുകളുടെ അഭാവം ഒരു വലിയ പ്രശ്നമായിരുന്നു. തിരുവനന്തപുരം, കൊച്ചി പോലുള്ള നഗരങ്ങളിൽ ഈ സൗകര്യങ്ങൾ ലഭ്യമാണെങ്കിലും ഇടുക്കി, വയനാട്, മലപ്പുറം പോലുള്ള പ്രദേശങ്ങളിൽ അത്ര സുലഭമല്ല. ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ ഈ പുതിയ തീരുമാനം കേരളത്തിലെ പെൻഷൻകാർക്ക് ഏറെ ഗുണകരമാകുന്നു. പ്രത്യേകിച്ച് കുറഞ്ഞ പെൻഷൻ ലഭിക്കുന്നവർക്ക് 1000 രൂപ എന്നത് ചെറിയ തുകയാണെന്ന് തോന്നാമെങ്കിലും മാസാന്ത്യ ചെലവുകൾ കൈകാര്യം ചെയ്യാൻ അതൊരു പ്രധാന സഹായമാണ്. മരുന്നുവാങ്ങൽ, പരിശോധനകൾ, ചെറിയ ചികിത്സകൾ എന്നിവയ്ക്ക് ഈ തുക വളരെ പ്രയോജനപ്പെടും. കൂടാതെ കേരളത്തിൽ സർക്കാർ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ജനൌഷധി, നീതി സ്റ്റോറുകൾ പോലുള്ള കുറഞ്ഞ വിലയിൽ മരുന്നുകൾ ലഭ്യമാകുന്ന ഫാർമസി ശൃംഖലകൾ വ്യാപകമാണ്. അതിനാൽ ഈ അലവൻസ് നേരിട്ട് ലഭിക്കുന്നതിലൂടെ പെൻഷൻകാർക്ക് ചെലവ് നിയന്ത്രിച്ച് മികച്ച ആരോഗ്യ പരിചരണം ലഭ്യമാക്കാൻ സാധിക്കും. കേരളത്തിന്റെ ഉയർന്ന ആയുർദൈർഘ്യം പരിഗണിക്കുമ്പോൾ സംസ്ഥാനത്ത് വലിയൊരു വിഭാഗം സൂപ്പർ സീനിയർ പെൻഷൻകാർ ഉണ്ടെന്നത് ശ്രദ്ധേയമാണ്. ഇവർക്ക് ഓഫീസ് സന്ദർശനം, ബാങ്ക് ഇടപാടുകൾ, രേഖകൾ സമർപ്പിക്കൽ തുടങ്ങിയ കാര്യങ്ങൾ ഒഴിവാക്കാൻ കഴിയുന്നത് വലിയൊരു ആശ്വാസമാണ്. ഈ പുതിയ സംവിധാനം ജീവിതം കൂടുതൽ ലളിതമാക്കുകയും മാനസികമായ സമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്യും. അതേസമയം ഈ ആനുകൂല്യം തുടർന്ന് ലഭിക്കാൻ ഓരോ വർഷവും ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടത് നിർബന്ധമായിരിക്കും. ജീവൻ പ്രമാൺ എന്നറിയപ്പെടുന്ന ഈ സർട്ടിഫിക്കറ്റ് ഇപ്പോൾ ഡിജിറ്റൽ രീതിയിൽ വീട്ടിലിരുന്ന് തന്നെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് സമർപ്പിക്കാനാകും. നവംബർ മാസത്തിനുള്ളിൽ ഇത് സമർപ്പിക്കാത്ത പക്ഷം ഡിസംബർ മുതൽ പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. പെൻഷൻകാർ ജീവിച്ചിരിക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നതിനും സർക്കാർ ഫണ്ടുകളുടെ ദുരുപയോഗം തടയുന്നതിനുമാണ് ലൈഫ് സർട്ടിഫിക്കറ്റ് സംവിധാനം നിലനിൽക്കുന്നത്. അതിനാൽ ഇത് കൃത്യമായി സമർപ്പിക്കുന്നത് അത്യാവശ്യമാണ്. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഈ പുതിയ തീരുമാനം പെൻഷൻകാർക്ക് സാമ്പത്തികമായും മാനസികമായും വലിയ ആശ്വാസം നൽകുന്നതാണ്. പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്കും ആരോഗ്യ സൗകര്യങ്ങൾ പരിമിതമായവർക്കും ഇത് ഏറെ പ്രയോജനകരമായ ഒരു നടപടിയായി മാറും. വിരമിച്ച ജീവിതം കൂടുതൽ സുരക്ഷിതവും സുഖപ്രദവുമാക്കാൻ ഈ നീക്കം സഹായകരമാകുമെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.